ഈ പ്രശ്നം കേരളത്തെ ജനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിരുന്നു. എല്ലാവിധത്തിലുമുള്ള ജനങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ദേവസ്വം സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നത്, സ്വർണം അടിച്ചു മാറ്റുന്നത്. അപ്പോൾ അമ്പലക്കള്ളന്മാരെ ജനമധ്യത്തിൽ കൊണ്ടുവരണം. ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും മോട്ടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ വൻ സ്രാവുകളുണ്ട്, അവർ പിടിക്കപ്പെടണം. അതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി പോകാവുന്ന അറ്റം വരെ ഞങ്ങൾ പോകും. ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്നലെ സമാപിച്ചപ്പോൾ, ചെങ്ങമന്നൂരിൽ സമാപിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ തിമിംഗലങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ തിമിംഗലങ്ങൾ ആരാണെന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് അറിയണം. അതുവരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഒറ്റക്കെട്ടായി തന്നെയാണല്ലേ UDF? പോറ്റി എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മഞ്ഞുമല CPM-ലും ഇടതുമുന്നണിയിലും കിടക്കുകയാണ്. അത് പുറത്തു കൊണ്ടുവരും, ഒറ്റക്കെട്ടായി പൊരുതും.